ഈ പണമിടപാടുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരുപാട് സംശയങ്ങൾ നമ്മുടെ ചാനലിൽ വരാറുണ്ട്. ഉദാഹരണത്തിന് നിങ്ങൾ ഒരാൾ പൈസ അയക്കുന്നു നിങ്ങളുടെ അക്കൗണ്ടിലേക്ക്. നിങ്ങൾ ആ പൈസ വേറൊരാൾക്ക് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുന്നു. അല്ലെങ്കിൽ ക്യാഷ് ആയിട്ട് വിത്‌ഡ്രോ ചെയ്തിട്ട് നിങ്ങൾ മറ്റൊരാൾക്ക് കൊടുക്കുന്നു. ഇതുപോലുള്ള ഒരുപാട് ട്രാൻസാക്ഷൻസ് നിങ്ങളുടെ അക്കൗണ്ടിൽ നടക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് ഇൻകം ടാക്സിൽ നിന്ന് ഒരു നോട്ടീസ് വരാനായിട്ട് സാധ്യതയുണ്ടോ? അങ്ങനെയാണെങ്കിൽ എത്ര എമൗണ്ട് ടാക്സ് അടയ്ക്കേണ്ടതായിട്ട് വരും? നമുക്ക് വന്നിരിക്കുന്ന ഒരു സംശയം ഒന്ന് നോക്കാം. ചോദിച്ചിരിക്കുന്നത് ഒരാൾ നമ്മുടെ അക്കൗണ്ടിലേക്ക് കുറച്ച് പൈസ ഡെപ്പോസിറ്റ് ചെയ്തു മറ്റൊരാൾക്ക് കൊടുക്കാനായിട്ട്. അദ്ദേഹത്തിന് സ്വന്തമായിട്ട് അക്കൗണ്ട് ഒന്നും ഇല്ല എന്നാണ് പറയുന്നത്. തൊട്ടടുത്ത ദിവസം തന്നെ അയാൾക്ക് അത് വിത്‌ഡ്രോ ചെയ്ത് കൊടുക്കുകയും ചെയ്തു. ഇത്തരം കേസുകളിലൊക്കെ നോട്ടീസ് വരാനായിട്ട് സാധ്യതയുണ്ടോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതുപോലെയുള്ള ട്രാൻസാക്ഷനിൽ ഒരു റിസ്ക് ഉള്ളത് ഇതിൻ്റെ ഒരു വോളിയം ഓഫ് ട്രാൻസാക്ഷൻ കൂടുതലാണ് എന്ന് കരുതുന്നു. മാത്രമല്ല ഇത് ക്യാഷ് ആയിട്ടാണ്, പലപ്പോഴും ഇത് വിത്‌ഡ്രോ ചെയ്യുന്നത് ക്യാഷ് ആയിട്ടാണ്. അപ്പോൾ ഒരു ഫിനാൻഷ്യൽ ഇയർ ഒരുപാട് പൈസ നിങ്ങൾ വിത്‌ഡ്രോ ചെയ്യുകയാണ്, നിങ്ങൾക്ക് ഏതോ ഒരു അക്കൗണ്ടിൽ നിങ്ങൾക്ക് ഒരു പൈസ വരുന്നു, നിങ്ങൾ ഒരുപാട് പൈസ വിത്‌ഡ്രോ ചെയ്യുന്നു, അല്ലെങ്കിൽ ചിലപ്പോൾ ക്യാഷ് ആയിട്ടൊക്കെ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് ഡെപ്പോസിറ്റ് വരുന്നു. അപ്പോൾ ഒരുപാട് ട്രാൻസാക്ഷൻസ് നിങ്ങൾ ഇങ്ങനെ നടക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നോട്ടീസ് വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ട്രാൻസാക്ഷൻസ് പരമാവധി ഒഴിവാക്കാനായിട്ട് നോക്കുക. ഇതൊരു ബിനാമി ട്രാൻസാക്ഷൻ പോലെയൊക്കെ ഇത് ഫീൽ ചെയ്യുന്ന ഒരു ട്രാൻസാക്ഷനാണ്. നിങ്ങൾ മറ്റാർക്കോ വേണ്ടിയിട്ട് വർക്ക് ചെയ്യുന്നു, പൈസ കൊടുക്കുന്നു. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ഒരു ഇൻകം ട്രാൻസാക്ഷൻ ഉണ്ട് എന്നുണ്ടെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു ഇല്ലീഗൽ ആയിട്ടുള്ള ഒരു ട്രാൻസാക്ഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ അറിയാനായിട്ട് പോലും സാധ്യതയില്ല. അപ്പോൾ ഇത്തരം ട്രാൻസാക്ഷൻ അങ്ങനെ ഒഴിവാക്കുന്നതാണ് നല്ലത്. ടാക്സുമായോ പേഴ്സണൽ ഫിനാൻസുമായോ ബന്ധപ്പെട്ട് നിങ്ങൾക്കുള്ള സംശയങ്ങൾ താഴെ കാണുന്ന നമ്പറിൽ ഒരു വോയിസ് മെസ്സേജ് ആയോ ടെക്സ്റ്റ് മെസ്സേജ് ആയോ അയക്കുക. ചോദ്യങ്ങളുടെ പ്രാധാന്യം അനുസരിച്ച് റിപ്ലൈ തരുന്നതാണ്. ഫിനാൻസ് ആൻഡ് ടാക്സ് അപ്ഡേറ്റ്സിനായിട്ട് നമ്മുടെ ചാനൽ ഫോളോ ചെയ്യുക.